നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. 10th പ്രിലിംസ് അടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്ന ആൾക്കാർ ഉറപ്പായിട്ടും നോക്കിയിരിക്കേണ്ട 50 പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് ക്ലാസ്സിലേക്ക് പോകുക. ആദ്യത്തെ ചോദ്യം, G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് രാജ്യാന്തര വ്യാപാരത്തിൻ്റെ 75% ഉൽപാദനം എന്നതാണ്. ബാക്കി 3 കറക്റ്റാണ്. ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക, രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക, രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ നവീകരണം, ഇവയെല്ലാം G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളാണെന്ന് ഓർക്കുക. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്നാണ്? 2013 മാർച്ച് 31. 2013 മാർച്ച് 31. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വൈകുണ്ഠസ്വാമികളാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. താഴെ പറയുന്നവയിൽ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗങ്ങൾ ഏതെല്ലാം? ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗങ്ങൾ ബുഷ്മൻ, ത്വാറക്ക് എന്നിവയാണ്. ബുഷ്മൻ, ത്വാറക്ക്. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തിയാര? കൈലാഷ് സത്യാർത്ഥി. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി തിരിച്ചറിയുക. പുറനാനൂറാണ്. പുറനാനൂറിലെ വരികളാണ് ഈ തന്നിരിക്കുന്നത്. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ മൂലധനമാണ്. ക്യാപിറ്റൽ, മൂലധനം. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണ്? ഗോൾഡൻ ബൂട്ട് കിലിയൻ എംബാപ്പെ. 2013 സൗരയൂഥത്തിലെത്തിയ വാൽനക്ഷത്രം ഏത്? ഐസൺ എന്ന വാൽനക്ഷത്രമാണ്. ഐസൺ എന്ന വാൽനക്ഷത്രം. മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? പാർമയാണ്. പാർമ. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ പുതിയ കുറേ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനറൽ PSC വേണ്ടിയിട്ട് നിരന്തരം ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്ന ജനറൽ PSC ബാച്ച്, അത് ഡിഗ്രി ലെവൽ എക്സാംസ്, +2 ലെവൽ, 10th ലെവൽ എല്ലാ എക്സാംസിനും വേണ്ടിയിട്ട് സ്പെഷ്യൽ ടോപ്പിക്സ് ഒഴികെ കവർ ചെയ്യുന്നതാണ് ജനറൽ PSC. അപ്പോൾ ജനറൽ PSC ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ഓപ്പൺ ആണ്. പിന്നെ 10th പ്രിലിംസ് ഒൺലി ബാച്ച് ഉണ്ട്. 10th പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച് ഉണ്ട്. അടുത്ത വർഷം വരാനിരിക്കുന്ന ബെഫ്കോ LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതുപോലെ ഫയർമാന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പനി LGSന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ബാച്ചസ് നമ്മുടെ ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ന്യൂ ഇയർ ഓഫറും അവൈലബിൾ ആണ്. 2024 ഡിസംബർ 31 മിഡ് നൈറ്റ് വരെ നിങ്ങൾക്ക് ന്യൂ ഇയർ ഓഫർ അവൈലബിൾ ആണ്. ഫീസിൽ 399 റുപ്പീസിന്റെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. ന്യൂ ഇയർ എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ക്ലാസ്സുകൾ ഫുൾ സിലബസ് കവറേജ് ആണ്. ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് അടക്കമാണ് കവർ ചെയ്യുന്നത്. ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് തന്നെ ഡയറക്ട്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ, ചാറ്റ് ഓപ്ഷൻ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വീഡിയോയുടെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ട്രൈ ചെയ്യുക. ഓക്കെ, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനകരേഖാംശം ഏത്? ഇന്ത്യയുടെ മാനകരേഖാംശം 82°30' കിഴക്ക് രേഖാംശമാണ്. ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ്? 23°30' നോർത്ത്. 23°30' നോർത്ത് അക്ഷാംശ രേഖയാണ്. ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്? 30° ആണ്. 30°. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം ഏതാണ്? കരേവയാണ്. കരേവ. കൃഷി അധിഷ്ഠിത വ്യവസായം. ഇവിടെ തന്നിരിക്കുന്നതിൽ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാ? പഞ്ചസാര വ്യവസായമാണ്. പഞ്ചസാര വ്യവസായം. ഇന്ത്യയിലെ ആദ്യ തുറമുഖ അധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം ഏതാണ്? വിശാഖപട്ടണമാണ്. വിശാഖപട്ടണം.
ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ഷിപ്കില ചുരമാണ്. ഹിമാചൽ പ്രദേശ് ടിബറ്റ് ഷിപ്കില ചുരം. ഒരു പാരമ്പര്യ ഊർജ സ്രോതസ് ഇവിടെ തന്നിരിക്കുന്നതിൽ പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? കൽക്കരിയാണ്. കൽക്കരി. ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ്? ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. ഇത് രണ്ടുമാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനകൾ. ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി 1986 രൂപം കൊണ്ടത്. അടുത്ത ചോദ്യം, സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? പണ്ഡിത രമാഭായി ആണ്. രമാഭായി. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം ഏതാണ്? അഹമ്മദാബാദ് സത്യാഗ്രഹമാണ്. അഹമ്മദാബാദ് സത്യാഗ്രഹം. ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചിട്ടാണ് ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത്. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? നാഗന്മാരുടെ റാണി റാണി ഗായ്ഡില്യു. ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏതാ? ചൗരി ചൗര സംഭവം നടന്നത് 1922. 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഫസൽ അലിയാണ്. ഫസൽ അലി. അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? ലാഹോറിൽ വെച്ചിട്ടാണ്. ലാഹോർ സമ്മേളനം 1929. 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തെരഞ്ഞെടുത്തത് ആരെയാണ്? വിനോബ ഭാവെയാണ് ഗാന്ധിജി തെരഞ്ഞെടുത്തത്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ധീര വനിത ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസഫ് അലി. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര്? രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ആരാണ്? CK ലക്ഷ്മൺ ആണ്. CK ലക്ഷ്മൺ. കേരളത്തിന്റെ വിസ്തൃതി എത്രയാണ്? കേരളത്തിന്റെ വിസ്തൃതി 38,863 ചതുരശ്ര കിലോമീറ്റർ ആണെന്ന് ഓർക്കുക. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ല. കേരളത്തിലെ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും അധികം വനമേഖലയുള്ളത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? വേമ്പനാട്ട് കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ ആണ്. 2695 മീറ്റർ. കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുണ്ട്? കേരളത്തിൽ 14 പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്. കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏത് വർഷമാണ്? 2005 2005. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം കണ്ടെത്തുക. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം ഏത്? 1994. 1994. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവിനെ കണ്ടെത്തുക. 1.25 കോടി മലയാളികൾ EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാട്. 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഒറ്റപ്പാലത്ത് വെച്ചാണ്. ഒറ്റപ്പാലം. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ. ഋതുമതി എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? ഋതുമതി എന്ന നാടകം പ്രേംജിയാണ് രചിച്ചത്. പ്രേംജി.
തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടു കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു? മലയാളി മെമ്മോറിയൽ ആണ്. മലയാളി മെമ്മോറിയൽ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? കുമാര ഗുരുദേവനാണ്. കുമാര ഗുരുദേവൻ. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ചാണ്? പയ്യന്നൂർ വെച്ചാണ്. 1904 അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. കയ്യൂർ സമരം നടന്ന വർഷം 1941 മാർച്ച് മാസം 28. 1941 മാർച്ച് 28 കയ്യൂർ സമരം നടന്നത്. അടുത്ത ചോദ്യം, കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയത് ആര്? AKG ആണ്. AK ഗോപാലനാണ് കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട 50 മുൻവർഷ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.